الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മനുഷ്യന്റെ ഒരു വലിയ സവിശേഷതയാണ് പുരോഗതി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക എന്നത്. ഏത് കാര്യത്തിലും നിലവിലുള്ള ജീവിത വ്യവസ്ഥിതിയിൽ നിന്ന്, ജീവിത അവസ്ഥയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും. ആ ആഗ്രഹമാണ് ഇന്ന് കാണുന്ന ഈ പുരോഗതിയിലേക്കൊക്കെ നമ്മളെ എത്തിച്ചത്. ഒരു കാക്ക, ഒരു പക്ഷി, കാക്ക, കറുത്ത കാക്ക, അത് ഒന്നാമത്തെ കാക്ക ഈ ലോകത്ത് എങ്ങനെയാണോ കൂടുകൂട്ടിയത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ കാക്കയും കൂടുകൂട്ടുന്നത്. ആ കൂടിൻ്റെ കോലൊന്ന് മാറ്റണമെന്നോ മഴ കൊള്ളാത്ത ഒരു കൂടുണ്ടാവണമെന്നോ ഇന്ന് വരെ ഒരു കാക്കി ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് കാക്കൻ്റെ കൂട് പണ്ടത്തെ കൂട് പോലെ തന്നെ എപ്പോഴും. തേനീച്ച കൂട് കൂട്ടുന്നത് ഏറ്റവും സാങ്കേതിക തികവുള്ള കൂടാണ്. അത് അന്ന് പണ്ടത്തെ ഒന്നാമത്തെ തേനീച്ച എങ്ങനെ കൂടുണ്ടാക്കിയോ അങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാക്കണത്. ലോകത്തിലെ എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. ഒന്നാമത്തെ പശു എങ്ങനെ പുല്ല് തിന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ പശു പുല്ലുന്നത്. മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാവാൻ കഠിനാധ്വാനം ചെയ്തു. ആ പുരോഗതി അടുത്ത തലമുറക്ക് കിട്ടാൻ വേണ്ടി അവൻ പ്രയത്നിച്ചു. ആ തലമുറ അത് സ്വീകരിച്ചു, അതൊന്നുകൂടി വിപുലീകരിച്ചു, എന്നിട്ട് അടുത്ത തലമുറക്ക് അത് കൊടുത്തു. അങ്ങനെ തലമുറകൾ തലമുറകളായിട്ടാണ് ഇന്ന് കാണുന്ന ജീവിത അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയത്. നമ്മളാരും ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖങ്ങൾ നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടിയല്ല. അത് നമ്മുടെ പൂർവികരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം. ഇന്ന് നമ്മൾക്ക് ഉപകരിക്കുന്ന ഒട്ടുമിക്ക ഉപകരണങ്ങളും നമുക്ക് ലഭിച്ചത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ, ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ വൈദ്യുതിയൊക്കെ കണ്ടെത്താൻ വേണ്ടി അതിനുവേണ്ടി അധ്വാനിച്ച ശാസ്ത്രജ്ഞന്റെ ജീവിതമൊക്കെ പഠിക്കുമ്പോൾ
ഇന്നിപ്പോ നമുക്ക് നെക്കിയ കറണ്ട് വരും, ബന്ധമില്ലെങ്കിൽ നമ്മൾ KSEB ഓഫീസിൽ വിളിക്കും. ഇനി കറണ്ട് പോയ സമയത്ത് കത്താൻ നമുക്ക് സോളാർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ വൈദ്യുതി എന്ന ആ ശക്തി അതാദ്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി ഒരു ജീവിതം കഷ്ടപ്പെടുത്തിയ എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ? ഓരോന്നും അങ്ങനെയാണ്. അവരുടെ കഷ്ടപ്പാടുകളാണ്. ഒന്നും കണ്ട് ഒരു ആകസ്മികമായിട്ട് കണ്ടുപിടിച്ചതല്ല. എല്ലാ കണ്ടുപിടുത്തത്തിന്റെ പിന്നിലും വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളും അവരവർ ജീവിക്കുന്ന രാജ്യം തന്നെയാണ് രാജ്യം. ഈ കടലിന്റെ അപ്പുറത്ത് വേറെ മനുഷ്യന്മാരുണ്ടോ, രാജ്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി എത്രയോ മനുഷ്യന്മാര് പായക്കപ്പലുകളിൽ കടലിലിറങ്ങി. മഹാഭൂരിപക്ഷവും കടലിൽ മരിച്ചു. കാറ്റടിച്ചും കപ്പൽ മുങ്ങിയും പട്ടിണി കിടന്നും മരിച്ചു. ചിലരൊക്കെ ലക്ഷ്യം കണ്ടെത്തി. അന്ന് അവർ ആ ലക്ഷ്യം കണ്ടെത്തിയത് കൊണ്ടാ ഇന്ന് നമ്മളൊക്കെ അവിടെ ഗൾഫുണ്ട്, ഇവിടെ അമേരിക്ക ഉണ്ട് എന്നൊക്കെ അറിഞ്ഞ്. ഇല്ലെങ്കിൽ അറിയില്ലേ, നീ കൈപ്പിരിപ്പോയൊക്കെ അപ്പുറത്ത് പെരക്കാരുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു തോണി കാത്തിക്കുന്ന മനുഷ്യന്മാരുടെ കാലത്തിനപ്പുറം കണ്ണെത്തോ ദൂരത്തെ കടലിലേക്ക് പായ കെട്ടിയ തോണികളുമായിട്ട് ഇറങ്ങി ലക്ഷ്യമില്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് 100 ആളുകൾ തുടങ്ങിയ യാത്ര ലക്ഷ്യത്തിലെത്തുമ്പോൾ 2 ആള് വരെ അവശേഷിച്ച ചരിത്ര സഞ്ചാരങ്ങളൊക്കെ ഉണ്ട്. അത് മനുഷ്യന്റെ സവിശേഷതയാണ്. അവനവനും വേണ്ടി മാത്രമല്ല, അടുത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത അടുത്ത തലമുറ കൂടി ഈ സുഖം അനുഭവിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരത് രേഖപ്പെടുത്തി. അത് മനുഷ്യന്റെ സവിശേഷതയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ലോകത്തിന് വെളിച്ചമായി ഇറക്കി കൊടുത്തപ്പോ മനുഷ്യർക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ 2 നിഅമത്തുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ 5 ആയത്തുകൾ അവതരിച്ചത്. ഒന്നാമത്തെ എന്താ പറയുക, തുടങ്ങുന്ന തന്നെ ഇഖ്റ എന്നാണ്, വായിക്കുക. എഴുതി വെക്കുന്ന അക്ഷരങ്ങളാവട്ടെ ചിഹ്നങ്ങളാവട്ടെ അത് ചേർത്ത് വെച്ച് ശബ്ദങ്ങളായിട്ട് വായിക്കാനുള്ള കഴിവ് മനുഷ്യന്റെ മാത്രം സവിശേഷതയാ. പടച്ച റബ്ബ് കൊടുത്ത നിഅമത്താ വായിക്കാൻ. അതോടൊപ്പം അല്ലാഹു തആല പറഞ്ഞത് അല്ലമ ബിൽ ഖലം, ആ അറിവ് രേഖപ്പെടുത്തുവാൻ അല്ലാഹു മനുഷ്യന് പേന ഉപയോഗിക്കാനും അക്ഷരങ്ങളും അറിവുകളും രേഖപ്പെടുത്താൻ. അന്നത് പേനയായിരുന്നു, ഇന്ന് പേന വേണ്ട, കമ്പ്യൂട്ടറിന്റെ ചിപ്പുകളിൽ അതങ്ങനെ സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തുക. ആ കഴിവും അല്ലാഹു മനുഷ്യന് കൊടുത്ത വലിയ നിഅമത്താ. അങ്ങനെ താൻ നേടിയത് രേഖപ്പെടുത്താനും ആ രേഖപ്പെടുത്തിയത് അടുത്ത തലമുറക്ക് വായിച്ചെടുക്കാനുമുള്ള ആ വലിയ കഴിവാണ് മനുഷ്യനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുന്നത്. പക്ഷേ ആ പുരോഗതിയുടെ കൂടെ തന്നെ, ആ പുരോഗതിയുടെ കൂടെ നന്മകളുണ്ട്, ആ പുരോഗതിയുടെ കൂടെ തിന്മകളുണ്ട്. ഏതൊരു മനുഷ്യൻ, ഏതൊരു കാലഘട്ടം മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ കൂടെ നന്മയും ഉണ്ടാവും, ആ തിന്മയും ഉണ്ടാവും. അതുകൊണ്ട് അറിവുകൾ സ്വീകരിക്കുകയും അറിവുകൾ രേഖപ്പെടുത്തുകയും ആ അറിവുകൾ തിരിച്ചു വായിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഒന്നാമത്തെ കൽപ്പന, ഈ ലോകത്തോടുള്ള പടച്ച റബ്ബിന്റെ ഒന്നാമത്തെ കൽപ്പന, എവിടെ മനുഷ്യൻ മറന്നോ അവിടെ മനുഷ്യന് കനത്ത വില നൽകേണ്ടി വന്നിട്ടുണ്ട്. എന്താ നിങ്ങള് ഇഖ്റ, നീ വായിക്ക്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്ക്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഏറ്റവും ആധുനികമായ ഒരു വസ്തുവിൽ നിന്നല്ല കേട്ടോ നിന്നെ സൃഷ്ടിച്ചത്, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. അല്ലാഹു തആല മറ്റൊരിടത്ത് അത് വിശദീകരിക്കുന്നത് കണ്ടാൽ അറപ്പുളവാക്കുന്ന, തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച് ഈ രാജാധിപത്യത്തിന്റെ അവസ്ഥയിലേക്ക് നിന്നെ ഉയർത്തിയ ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ പേര് ചേർത്ത് വെച്ചേ നീ വായിക്കാവൂ. എല്ലാ ആധുനികതയും ആധുനികതയല്ല, എല്ലാ ആധുനികതയും നന്മയല്ല, എല്ലാ ആധുനികതയും പുരോഗതിയും ധാർമ്മികമല്ല. അതുകൊണ്ട് ഏതാധുനികതയുടെ പിന്നാലെ പോകുമ്പോഴും അള്ളാഹുവിന്റെ പേര് ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനോട് ചേരുന്നത് എന്താണോ അതാണ് എനിക്ക് വേണ്ടത്, ഇതിനോട് ചേരാത്തത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ കൽപ്പനയിലൂടെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ഭൂമിയിൽ മനുഷ്യൻ പലതും ആഗ്രഹിക്കും. അവന്റെ ഇഷ്ടം, അവന്റെ ആസ്വാദനം, അവന്റെ അനുഭൂതി, അവന് നേടാനുള്ളത്, അവന് കാണാന് കേൾക്കാന്, അവനെന്താണോ വേണ്ടത് അതൊക്കെ സ്വീകരിക്കാനല്ല അള്ളാഹു നമ്മളോട് പറഞ്ഞത്.
നിനക്ക് കാണാം, നിനക്ക് കേൾക്കാം, നിനക്ക് അനുഭവിക്കാം, നിനക്ക് ആസ്വദിക്കാം. പക്ഷെ അതിൻ്റെ കൂടെയൊക്കെ നിന്റെ റബ്ബിന്റെ നാമത്തെ ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ ആ റബ്ബിന്റെ നാമം, ആ റബ്ബിന്റെ ഓർമ്മ, ആ റബ്ബിന്റെ കൽപ്പന, ആ റബ്ബിന്റെ വിധിവിലക്കുകൾ, അത് എല്ലാത്തിൻ്റെയും ഒരു മാനദണ്ഡമായി നീ കൂടെ കരുതണം. എന്ത് സ്വീകരിക്കുമ്പോഴും നിനക്ക് പൈസ ഉണ്ടാക്കണോ, ഉണ്ടാക്ക, എത്ര ഉണ്ടാക്ക, പക്ഷെ അതിന്റെ കൂടെ റബ്ബുണ്ട് എന്ന ഒരു മാനദണ്ഡം. ആ റബ്ബ് നിരോധിച്ച വഴിക്കാവരുത്. നിനക്ക് ഭക്ഷണം കഴിക്കണോ, കഴിക്കാം, എന്ത് കഴിക്കാം, നിനക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിക്കാം. പക്ഷേ അതിന്റെ കൂടെ നിന്റെ റബ്ബ് അരുതെന്ന് പറഞ്ഞത് നീ കഴിക്കരുത്. നിനക്ക് ആസ്വദിക്കാം, പക്ഷേ ആ ആസ്വാദനത്തിൽ നിന്റെ റബ്ബ് വരച്ച വരയുണ്ട്, അതിനപ്പുറത്തേക്ക് നീ പോകരുത്. എത്ര അർത്ഥവത്താണ് ആ വാക്കുനിറങ്ങൾ. ആ അള്ളാഹുവിന്റെ കൽപ്പന എവിടെ മാറ്റിവെച്ച് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ എന്ന് മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങിയോ ആ കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യ സമൂഹത്തിൽ ശക്തമായ ധാർമ്മിക അധപ്പതനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പെന്നല്ല, എല്ലാ കാലത്തും. അപ്പോഴൊക്കെ, അങ്ങനെ സംഭവിച്ചപ്പോഴൊക്കെ മനുഷ്യരെ ഉണർത്താനും മനുഷ്യരെ തിരുത്താനും അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. ആ പ്രവാചകന്മാര് എന്ത് അത്ഭുത ഈ ലോകത്ത് ചെയ്തത്? അവർ ഈ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. പ്രവാചകന്മാർ ചെയ്തത് ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ ചേർത്ത് വെക്കാൻ അവരെ പഠിപ്പിച്ചു. മദ്യത്തിൽ മുങ്ങി ജീവിച്ചിരുന്ന ജാഹിലിയത്തിലെ അറബികളോട് നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നെങ്കിൽ ഒരൊറ്റ ഒരുത്തൻ പോലും ഇസ്ലാം മതം സ്വീകരിക്കുമായിരുന്നില്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പക്ഷെ റസൂൽ അങ്ങനെ പറഞ്ഞില്ല. അവർ കള്ളു കുടിച്ചുകൊണ്ട് തന്നെയാണ് ഷഹാദത്ത് കലിമ ചൊല്ലിയത്. അവർ കള്ളു കുടിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിമായിട്ട് ജീവിക്കാൻ വന്നത്. നിസ്കരിക്കാൻ വന്നപ്പോഴും കള്ളു കുടിച്ചാ വന്നത്. സഫിൽ നിൽക്കാൻ കഴിയാതെ ആടിയാടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോഴാ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന വന്നത്, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ലഹരി ഉള്ളവരാകരുത് കേട്ടോ. അള്ളാഹുവിന്റെ കൽപ്പനയായപ്പോ അവർ അതിന് വില കൊടുത്തു. ഉച്ചക്ക് ചോറുന്ന് കള്ളു കുടിച്ചാല് അസറാകുമ്പോഴേക്ക് മാലാവ് തീർന്നു പോകാത്തത് കൊണ്ട് തന്നെ ഉച്ചക്ക് കള്ളു കുടിക്കാൻ പറ്റൂല. കാരണം അപ്പൊ അസർ നിസ്കരിക്കാൻ പറ്റൂല. ഇനി അസറിന് കുടിച്ചാലോ മഗ്‌രിബാകുമ്പോഴേക്ക് ലഹരി വിട്ടുപോകൂല. അപ്പൊ മഗ്‌രിബ് നിസ്കരിക്കാൻ പറ്റൂല. മഗ്‌രിബിന് കുടിച്ചാലോ യശാകുമ്പോഴേക്ക് പറ്റൂല. അപ്പൊ അവർക്ക് തോന്നി മദ്യം കുറക്കേണ്ടതുണ്ട്. എല്ലാ സമയത്തും ലഹരി പറ്റൂല, പറ്റുന്ന ചില സമയങ്ങളുണ്ട്, അപ്പോഴാവാ, ബാക്കിയുള്ള സമയത്ത് വേണ്ട. അള്ളാന്റെ കൽപ്പനയായത് കൊണ്ടാവൂല അങ്ങനെ ആയത്. അവസാനം അള്ള തീർത്തു പറഞ്ഞ് അത് പൈശാചികമാണ് കേട്ടോ, അത് പൈശാചികമാണ്. അത് പിശാചിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അന്നത്തെ ആൾക്കാർ പറഞ്ഞ് അതുകൊണ്ട് കുറെ നേട്ടക്കണ്ടേ, ചില പണിയൊക്കെ എടുക്കണമെങ്കിൽ ലേശം കുടിക്കണം, ചില ചൂടൊക്കെ ആവണമെങ്കിൽ ലേശം കുടിക്കണം, കുറച്ച് ധൈര്യം കിട്ടണമെങ്കിൽ കുറച്ച് കുടിക്കണം, വർത്തമാനം പറയണമെങ്കിൽ ലേശം കുടിക്കണം. അവരതിന്റെ നന്മകൾ എണ്ണി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞേ, അതിൽ ചില നന്മകളൊക്കെ നിങ്ങൾക്ക് എണ്ണി പറയാനുണ്ട്, പക്ഷേ അതിന്റെ തിന്മകൾ ആ നന്മകളെക്കാൾ ഒരുപാട് മേലെയാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്കത് നിഷിദ്ധമാക്കി. അത് പൂർണ്ണമായി ഒഴിവാക്കാൻ നിങ്ങൾക്കിനിയും സമയമായില്ലേ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ ഒഴിവാക്കി. എപ്പോഴാ ഒഴിവാക്കിയറിയോ? അള്ളാഹുവുമായിട്ട് അതിനെ ചേർത്ത് വെച്ചപ്പോ. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അല്ലാഹു തആല ഈ ലോകത്തിലെ മനുഷ്യരെ സംസ്കരിക്കാൻ ലോകത്തിലേക്ക് പറഞ്ഞയച്ച മുഴുവൻ പ്രവാചകന്മാരും വേറെ ഒരു അത്ഭുതമല്ല ചെയ്തത്. അവര് മദ്യപാനത്തിന്റെ അപകടത്തെപ്പറ്റി സെമിനാറോ സിംബോസിയോ നടത്തിയില്ല. അവർ വ്യഭിചാരം കൊണ്ട് എയ്ഡ്സ് പോലുള്ള മാരക രോഗമുണ്ടാകുമെന്ന് ജനങ്ങളെ പേടിപ്പിച്ചില്ല. അവരെന്താ പറഞ്ഞത്? അള്ളാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ കഠിനമായ ശിക്ഷയുണ്ട്, അതുകൊണ്ട് പാടില്ല അല്ലേ? അപ്പൊ ജീവിതത്തിൽ ഏത് പുരോഗതിയും അങ്ങനെ തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. അതാണ് പുരോഗതി എന്ന് പറയുക, അതാണ് പുരോഗമനം എന്ന് പറയുക. അതിന് തടസ്സം നിൽക്കുന്നവരൊക്കെ യാഥാസ്ഥികരാണ്, പഴഞ്ചന്മാരാണ്, ഒന്നിനും പറ്റാത്തവരാണ്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ്. പല ആക്ഷേപങ്ങളുണ്ടാവും. പക്ഷെ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് നമ്മളെ. ആ അല്ലാഹുവാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും സൃഷ്ടിച്ചത്. അത് നിയന്ത്രിക്കുന്നത് അവനാണ്.
നമ്മുടെ ചിന്തകളും ആ ചിന്തകളുടെ വഴികളും നിയന്ത്രിക്കുന്നത് റബ്ബാണ്. ആ റബ്ബാണ് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ല, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ്. ഒരു വാഹനം ഒരു കമ്പനി പുറത്തിറക്കുമ്പോൾ അതിന്റെ ഒരു സ്പെയർ പാർട്സ് ആ കമ്പനി പുറത്തിറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ വാഹനത്തിന് നല്ലത് അതാണ്. പക്ഷേ അതിന്റെ 10 ഇരട്ടി വിലക്കുറവിൽ വേറെ സാധനം കിട്ടാനുണ്ട്. അത് ഇട്ടാൽ കുറച്ചൊക്കെ ഓടും, പക്ഷെ പിന്നെ ആകപ്പാടെ കിടങ്ങാറാകും. അതുകൊണ്ട് ലേശം പൈസ കൂട്ടിയാലും ഒറിജിനലാ നല്ലതെന്ന് ബുദ്ധിയുള്ള ഏതൊരുത്തരും പറയും, അല്ലേ? മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ അപകടകരമാകുന്ന എന്തുണ്ടോ അതൊക്കെ റബ്ബ് വിരോധിച്ചിട്ടുണ്ട്. അതിനൊക്കെ സോഷ്യൽ മീഡിയയിലെ ഒരു മുസ്ലിം അല്ലാത്ത ഒരു സഹോദരന്റെ ലേഖനം വായിച്ച് അദ്ദേഹം ആ തുടങ്ങുന്നത്, എനിക്ക് ആദ്യത്തിൽ ഇസ്ലാമിനോട് ഭയങ്കര വെറുപ്പായിരുന്നു. കാരണം പറഞ്ഞത്, വർത്തമാനകാല ലോകത്ത് മനുഷ്യന് ആസ്വാദനം നൽകുന്ന സകല സംഗതികളെയും ഇസ്ലാം വിരോധിച്ച് ഒക്കെ പൂട്ടിട്ട് ഒരു സുഖം കിട്ടുന്ന, ഒരു ആനന്ദം കിട്ടുന്ന, ഒരു ലഹരി കിട്ടുന്ന എല്ലാം ഇസ്ലാം ഹറാം 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 എന്ന പൂട്ടുകൊണ്ട് പൂട്ടിയിട്ട് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും മനുഷ്യന്റെ സുഖാസ്വാദനങ്ങളെയും ഇത്രയേറെ കെട്ടിവരിഞ്ഞിട്ട ഒരു മതത്തിനോട് എനിക്ക് വെറുപ്പായിരുന്നു. അദ്ദേഹം തുടങ്ങിയത് അങ്ങനെ. പിന്നെ അദ്ദേഹം പറയുന്നത്, പിന്നെ എനിക്കൊരു കൗതുകമുണ്ടായി, എന്തിനായിരിക്കും ഇസ്ലാം ഇത്തരം കാര്യങ്ങളെയൊക്കെ, എല്ലാ സുഖങ്ങളെയും 4 ആൾ കൂടുന്ന പരിപാടികളെയും അതിനൊക്കെ ഇസ്ലാം ഇങ്ങനെ വിരോധിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മനുഷ്യർക്ക് ദോഷകരമായ കാര്യങ്ങളാണ്. ഇന്ന് എനിക്ക് ഇസ്ലാമിനോട് വലിയ ബഹുമാനമാണ് എന്നാണ് ആ സഹോദരൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഗുണകരമാകുന്നത് എന്തോ അത് റബ്ബ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ദോഷകരമാകുന്ന മുഴുവൻ കാര്യങ്ങളും വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഏറ്റവും വൃത്തികെട്ട വെറുപ്പുള്ള നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് അള്ളാഹു നിങ്ങൾക്ക് വിരോധിച്ച്. നിങ്ങൾ നോക്കണ്ടി, അള്ളാഹു തആല നമ്മളോട് അരുതെന്ന് പറഞ്ഞ, വേണ്ട എന്ന് പറഞ്ഞ, മോശമെന്ന് പറഞ്ഞ, കുറ്റകരമെന്ന് പറഞ്ഞ ഏതൊരു കാര്യത്തെയും നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കേണ്ടി. അതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ദോഷം തന്നെയാണ്. പക്ഷേ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഇവിടെ കരണ്ട് പോയപ്പോൾ എവിടെയോ ലൈന് കേട് വന്നിട്ടുണ്ട്, നല്ലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ആ ലൈൻ ഒന്ന് പരിശോധിക്കണം എന്നാണ് ഒരാൾ പറഞ്ഞത്. അപ്പൊ വേറൊരാൾ പറഞ്ഞു, കുഴപ്പമില്ല, ഇന്റെ അടുത്തൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഓനെ ഏത് പണിക്ക് രോമെന്നങ്ങാണ്ട് നോക്കിയാണ്ട് 2 വയറ് കൂട്ടി പിരിച്ചപ്പോ സംഗതി കത്തി വെള്ബൊക്കെ. പിന്നെ അടുത്ത ഇടിക്കുണ്ടല്ലോ മുഴുവൻ കരിഞ്ഞാണ് പോയി. അങ്ങനെ താൽക്കാലികമായ ആശ്വാസത്തിന്റെ ചില സുഖങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കാൻ ആളുണ്ടാവും. പക്ഷേ ആത്യന്തികമായി അത് വരുത്തി വെക്കുന്ന മഹാദുരന്തങ്ങൾ ഉണ്ടല്ലോ. ഇന്ന് മനുഷ്യൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. സുഖത്തിന്റെ വാതിലൊക്കെ തുറന്നിട്ട് അരുതെന്ന് പറയാൻ ആരുമില്ലാത്ത ഒരു ലോകമുണ്ടാക്കി, വ്യവസ്ഥതകളില്ലാത്ത, നിയമങ്ങളില്ലാത്ത, പച്ചയായിട്ട് തെറ്റ് കണ്ടാൽ പോലും അത് തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോ അനുഭവിക്കുക, ആരോട് പറയാൻ, ആര് കേൾക്കാൻ, ആരെ നിയന്ത്രിക്കാൻ, ആരെ തിരുത്താൻ, ആരാണ് തിരിയുന്നത്? വല്ലാത്തൊരു കാലത്തെത്തി നിൽക്കുക. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം, പരിഹാരമുള്ളത് അള്ളാഹുവിന്റെ നിയമങ്ങളിലാണ്, പരിഹാരമുള്ളത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളിലാണ്. ആ നിർദ്ദേശങ്ങളിലേക്ക് മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് മനോഹരമായ ഒരു സംസ്കാരത്തിന്റെ വെളിച്ചമുണ്ടാക്കിയിട്ട് ഈ ലോകത്തോട് യാത്ര ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, തറക്തു ഫീകും അംറൈൻ. പ്രവാചകൻ പിരിഞ്ഞു പോകുന്നു എന്ന സൂചന കിട്ടിയപ്പോഴേ നെഞ്ചുപൊട്ടി കരയാൻ തുടങ്ങിയ സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തറക്തു ഫീകും അംറൈൻ, ഞാൻ പോവാണ്, എനിക്ക് പോകണം, ഏതൊരു മനുഷ്യനും മരിച്ചു പോകും, പക്ഷേ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാ ഞാൻ പോകുന്നത്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. ലൻ എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ഒരിക്കലും ഇല്ല. സാധ്യതയുടെ 1000-1 പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ലൻ എന്ന പദം കൊണ്ട് പ്രയോഗിക്കുക. ലൻ തദില്ലു, നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല. ലൻ തദില്ലു, നിങ്ങൾ ഒരിക്കലും വഴിതെറ്റൂല. മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം. ആ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നിങ്ങൾ ഒരുക്കമുള്ളിടത്തോളം കാലം മനുഷ്യന്റെ ജീവിതം ഒരിക്കലും അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് എത്തൂല.
അങ്ങനത്തെ 2 കാര്യം നിങ്ങളെ മുമ്പിൽ വെച്ച് തന്നിട്ടാ ഞാൻ പോണേ, സങ്കടപ്പെടണ്ട. ഏതാണ് 2 കാര്യങ്ങൾ? ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനാണ്. 2 വസുന്നത്ത് റസൂലി, അവൻ ആ ഖുർആനിനെ എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്ന് ജീവിച്ച് കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അത് 2 ഇവിടെ ഉണ്ടാവട്ടോ, ഞാനേ പോകുന്നുള്ളൂ. ഇരുണ്ട ലോകത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാതിരിക്കാൻ, ഏതൊരു ദുർമാർഗത്തിന്റെ ലോകത്തിലും നിങ്ങളുടെ വഴി തെറ്റാതിരിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇതാ സുതാര്യമായ 2 പാതകൾ. ഒന്ന് ഖുർആനാണ്, ഒന്ന് സുന്നത്താണ്. അത് മുറുകെ പിടിച്ചോളൂ, പിഴക്കൂല. സാമ്പത്തിക രംഗത്ത് വലിയ ആർത്തി ഉണ്ടായി മനുഷ്യന്. ആ ആർത്തിക്കു പിന്നാലെ ഓടിയപ്പോ കൊലപാതകങ്ങളും കൊള്ളയും ഉണ്ടായി, വഞ്ചനകളുണ്ടായി, ചതികളുണ്ടായി, ആത്മഹത്യകളുണ്ടായി, പലതുമുണ്ടായി. അല്ലേ? ഭോഗാസക്തി മനുഷ്യനെ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. ഭോഗിക്കണം, രമിക്കണം, ആസ്വദിക്കണം, അതിന് നിയമങ്ങളില്ലാത്ത ലോകത്തിലേക്ക് അവൻ കടന്നുപോയി. തിന്നാനും കുടിക്കാനും അള്ളാഹു നിശ്ചയിച്ച ഇന്നത് തിന്നാം, ഇന്നത് തിന്നരുത് എന്നിടത്തുനിന്ന് ആസ്വാദനത്തിന് വേണ്ടി മനുഷ്യൻ മാറി. ഇതൊന്നല്ല, എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലത്ത്, പ്രവാചകന്റെ കാലത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പറഞ്ഞ വാക്കൊന്നും ഇപ്പത്തെ സാഹിത്യകാരന്മാർ പറഞ്ഞിട്ടില്ല, അവിടേക്ക് എത്തിയിട്ടില്ല. മദ്യത്തിന്റെ ഗ്ലാസിൽ വീണ് ചത്ത് കിടക്കുന്ന ഈച്ചയെ കണ്ടിട്ട് ബഹുമാനത്തോടു കൂടി പാടിയ കവിയുണ്ട്. ഈച്ചെ, നീ എത്ര ഭാഗ്യമുള്ള, മരിക്കണ സമയത്തും അനക്ക് കള്ളിൽ മുങ്ങി മരിക്കാൻ ഭാഗ്യം കിട്ടിയാലോ, വല്ലാത്ത ഭാഗ്യാട്ടോ എന്ന് പാടിയ കവികളുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് ഒരു മുന്തിരി വള്ളിയുടെ താഴെയാണ് കേട്ടോ കുഴിച്ചിട്ട്. അന്ന് കാലത്ത് മദ്യമുണ്ടാക്കൽ മുന്തിരി വാറ്റിയിട്ടാ. ആ മുന്തിരി വള്ളിയുടെ വേരിന്റെ താഴെ കുഴി വെട്ടിയിട്ട് എന്നെ കുഴിച്ചു മൂടണം കേട്ടോ. എന്തിനാ? ആ മുന്തിരി വള്ളിയുടെ ഒരു പുളിപ്പുണ്ടല്ലോ, അതിന്റെ അസ്ഥികൂടങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്ന് പാടിയവരുണ്ട്. അത്രയൊന്നും ഉപ്പല്ല. പക്ഷേ ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാരെ പോലും മാറ്റിയെടുത്തത് ഏതാരങ്ങള്? ഈ അള്ളാഹുവിന്റെ ബോധമാണ്. ആ ബോധം ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോ നമ്മൾ അള്ളാനെ മറക്കുന്നുണ്ടോ അപ്പം പിന്നെ ഇരുട്ട, ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത ഇരുട്ട്. കുറെ മൂർച്ചുള്ള സാധനം ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ട ഒരു സാധനമുണ്ട്. രാത്രി ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ തപ്പുക, മൊബൈൽ എവിടെ, പക്ഷെ അപ്പുറത്ത് കത്തിണ്ട്, കമ്പിണ്ട്, ആണിണ്ട്, സകലത്തിനും നമ്മുടെ കൈ തട്ടും, ചോരയൊലിക്കും. വെളിച്ചല്ല. ദുന്യാവിൽ അങ്ങനെയാ. ഇസ്ലാമിന്റെ വെളിച്ചല്ലാതായാലേ പിന്നെ പോണ വഴി അതറിയില്ല. ഉമ്മാന്റെ കഴുത്തിൽ കത്തി വെക്കുന്ന മക്കളുണ്ടാവും, തിരിച്ചുണ്ടാവും. പാപ്പയും ഉമ്മയും അറിയാത്ത, മകളെയും ഭാര്യയെയും തിരിച്ചറിയാത്ത അത്തരം ആളുകൾ ഉണ്ടാവും. എന്താ കാരണം അറിയോ? വെളിച്ചം എന്ന് പറഞ്ഞാൽ ഹിദായത്താണ്. അതാണ് പോയ കഴിഞ്ഞ്, പിന്നെ ഒക്കെ എന്തൊക്കെയോ ആണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തും ചെയ്യാൻ അനുവദിക്കപ്പെട്ടവരല്ല മനുഷ്യൻ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ് ആ സംഗതി? അറിയങ്ങള് അല്ലാഹു തആല പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തിയ, നമ്മൾ എപ്പോഴും കേട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മറക്കരുത് കേട്ടോ പ്രിയപ്പെട്ട മനുഷ്യരെ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അന്നമാ ഖലഖനാകും അബഥാ, ഒരാവശ്യമല്ലാതെ, ഒരു ലക്ഷ്യമല്ലാതെ, തോന്നിയ മാതിരിക്ക് ജീവിച്ച് മരിച്ചു പോകാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങളെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അഫഹസിബ്തും, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അന്നമാ ഖലഖനാകും അബസാ, ഞാൻ നിങ്ങളെ വെറുതെ ഒരു ലക്ഷ്യമല്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാല്ലാതെ ആണ്ട് മരിച്ച് മണ്ണാവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയവരാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അതിന്റെ കൂടെ ചേർത്ത് വെച്ചോളിയും, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളാരും ഈ ജീവിതത്തിന് ശേഷം കണക്കു പറയാൻ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഒന്നും വെറുതെ അല്ല, ഒന്നും വെറുതെ അല്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, വ്യക്തമായ അറിവില്ലാത്ത ഒരു കാര്യത്തിന്റെ പിന്നാലെ പോകരുത് ട്ടോ. ഇന്ന സമഅ വൽ ബസറ
വൽ ഫുആദ കുല്ലുൻ ഉലൈക കാന മസ്ഊലാ. ഓ, എന്തൊരു ഭാരനിറങ്ങള ആയത്തിന്. എന്താ പറഞ്ഞറിയോ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്കറിയില്ലാത്ത, നിനക്ക് പൂർണ്ണമായി അറിവില്ലാത്ത ഒരു കാര്യത്തിന്റെ പിന്നാലെ പോകരുത്, അതിന്റെ പിന്നാലെ പോയി നിൽക്കരുത്. നാളെ പടച്ചോന്റെ അടുത്ത് പോയിട്ട് പടച്ചോനെ എനിക്ക് അറിയില്ല, ഇനി അറിയാതെ പറ്റിപ്പോയതാ, അറിയാതെ പെട്ടുപോയതാ എന്ന് പറയാൻ പറ്റൂല. അല്ലാഹ് പറയാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ. അല്ലാഹ് നിനക്ക് തന്ന കേൾവി ഉണ്ടല്ലോ, ആ കേൾവിയെ കുറിച്ച് പടച്ചോൻ നാളെ ചോദിക്കും. എനിക്ക് ചെവി തന്നിട്ടില്ലായിരുന്നോ കാര്യങ്ങൾ പറഞ്ഞുതരാൻ, കേൾക്കാൻ? അതേപോലെ നിനക്ക് കാഴ്ച തന്നിട്ടില്ലായിരുന്നോ കാണാൻ? നിനക്ക് ബുദ്ധി തന്നിട്ടില്ലായിരുന്നോ ചിന്തിക്കാൻ? നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ബുദ്ധിയും പടച്ച റബ്ബിന്റെ മുമ്പിൽ നാളെ വിചാരണ ചെയ്യപ്പെടുമെന്നത് നീ മറക്കണ്ട എന്ന അള്ളാഹുവിന്റെ ഒരു താക്കീത് കൂടി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം ഉണ്ട്, ഏതുമാവട്ടെ എന്ന് ആസ്വദിക്കാൻ വിധിക്കപ്പെട്ടവനല്ല മനുഷ്യൻ. അതിൽ നന്മയുണ്ട്, അതിൽ തിന്മയുണ്ട്. നന്മ എന്ന് പറയുന്നത് ഈ ലോകത്തും നാളെ പരലോകത്തും ഉപകരിക്കുന്നതാണ് നന്മ. തിന്മ എന്ന് പറയുന്നത് ഈ ലോകത്തിനും നാളെ പരലോകത്തിനും ദോഷകരമായതാണ്. അതുകൊണ്ട് ഏതൊരു ആധുനിക നാഗരിക അല്ലെങ്കിൽ ആധുനികത, പുരോഗതി എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും അതിന്റെ പിന്നാലെ പോകുമ്പോഴും അതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴും ഓർത്തു വെക്കുക, അള്ളാഹുവിനെ ചേർത്ത് വെക്കുക. വീടുണ്ടാക്കുമ്പോൾ, വസ്ത്രം വാങ്ങുമ്പോൾ, കല്യാണം നടത്തുമ്പോൾ, തിന്നുമ്പോൾ, കുടിക്കുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ, വാങ്ങുമ്പോൾ, കൊടുക്കുമ്പോൾ, അവിടൊക്കെ അള്ളാനെ ചേർത്ത് വെക്കുക. പടച്ചോന്റെ മുമ്പിലേക്ക് പോകേണ്ടവനാണ് ഞാൻ, പടച്ച റബ്ബിന്റെ മുമ്പിൽ മറുപടികൾ പറയേണ്ടവനാണ് ഞാൻ എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാവുക. ഈ ബോധ്യമാണ് മനുഷ്യനെ ധാർമ്മികതയുടെ കൂട്ടുകാരനാക്കി മാറ്റുന്നത്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം അതിൻ്റെ വിപുലീകരണത്തിൻ്റെ വലിയ ഒരു കാലഘട്ടം നിർവഹിച്ച കാലമാണത്. ഇസ്ലാം ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതിർത്തികൾ ഭേദിച്ച് കടന്നുപോയ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ ഒരു കാലമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം. പിന്നീടുള്ള കാലങ്ങളിൽ വീണ്ടും ഇസ്ലാമിക ലോകത്തിൻ്റെ വ്യാപനം ഉണ്ടായെങ്കിലും അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഉമറുൽ ഫാറൂഖിന്റെ കാലത്തിൽ സമാധാനത്തിന്റെ മറുശബ്ദങ്ങളില്ലാത്ത ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം കാണുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടൊരു മനുഷ്യൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് സാമ്രാജ്യത്തിന്റെ വലിയ വാതിലുകളാണല്ലോ തുറന്നു തന്നിരിക്കുന്നത് പടച്ച റബ്ബ്. വിശാലമായ ഒരു സാമ്രാജ്യമാണല്ലോ താങ്കളുടെ കീഴിലുള്ളത്. ആ സാമ്രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ അധികാരം എന്നെ ഏൽപ്പിച്ചൂടെ? ഒരു ജില്ലാ കൗൺസിലോ അല്ലെങ്കിൽ ഒരു വാർഡോ, ഒരു പഞ്ചായത്ത് വാർഡോ എന്തെങ്കിലും. അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ പോലെ ജനാധിപത്യ സംവിധാനമല്ല, ഖലീഫ നിശ്ചയിക്കുന്നതാണ് ഓരോ സ്ഥലത്തെയും ഭരണാധികാരികളെ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇയാൾ ചോദിച്ചത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറുത് മതി, ഒരു ചെറിയ, എനിക്ക് ജീവിക്കാനും എനിക്ക് കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും സ്വാധീനിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ ഭൂവിഭാഗത്തിന്റെ അധികാരം എന്നെ ഏൽപ്പിച്ചൂടെ? അദ്ദേഹത്തിന് ജീവിക്കണം, അദ്ദേഹത്തിന് ജീവിതമാർഗം വേണം, അദ്ദേഹത്തിന് വേറെയും താല്പര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചത്, നിന്റെ കൂടെ ഖുർആൻ എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് ഖുർആൻ അറിയോന്ന അർത്ഥം. നിന്റെ കൂടെ ഖുർആൻ വല്ലതും ഉണ്ടോ? നിനക്ക് ഖുർആൻ അറിയോ? നീ പഠിച്ചിട്ടുണ്ടോ? അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതെന്റെ ജീവിതത്തിൽ നിന്റെ കൂടെ ഉണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ ഖുർആൻ പഠിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ അധികാരം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്, ഖുർആൻ പഠിച്ചിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ എൻ്റെ രാജ്യത്ത്, ഞങ്ങളുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ഖുർആനാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഏതൊരു ചെറിയ ഭാഗമാവട്ടെ അത് കൈകാര്യം ചെയ്യുന്നവൻ ഖുർആൻ പഠിച്ചിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. അല്ലാത്തവന് ഈ ഏർപ്പാട് ചെയ്യാൻ പറ്റൂല. ഖുർആൻ അറിഞ്ഞവർക്ക്,
ഖുർആൻ പഠിച്ചവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ നിയമം. നിനക്ക് ഖുർആൻ അറിയില്ലല്ലോ, നീ പോയി ഖുർആൻ പഠിച്ചു വാ. ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഇന്ന യോഗ്യത ഉണ്ടെങ്കിലേ ജോലി തരൂ എന്ന് പറയുന്നത് പോലെ ഖുർആൻ പഠിച്ചവനെ ഈ പണിക്ക് പറ്റൂ, അതുകൊണ്ട് നീ പഠിച്ചിട്ട് വാ. അങ്ങനെ അയാൾ ഖുർആൻ പഠിക്കാൻ പോയി. കുറെ കാലം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നില്ല. ഉമറിന്റെ അടുത്തേക്ക്. അപ്പൊ ഉമർ അന്വേഷിച്ചു അയാൾ എവിടെ. അങ്ങനെ അയാളെ കണ്ടുപിടിച്ച് അയാൾ ഒരു വലിയ പണ്ഡിതനായി സാത്വികനായിട്ട് ജീവിക്കുക, ആളുകൾക്ക് ഒരുപാട് അറിവ് പറഞ്ഞു കൊടുത്ത് ജീവിക്കുക. അപ്പൊ ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തേ തിരിച്ചു വരാഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്നോട് ഖുർആൻ പഠിക്കാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ ഖുർആൻ പഠിച്ചു. അങ്ങനെ ആ ഖുർആൻ പഠിച്ചപ്പോ ആ ഖുർആൻ എനിക്കൊരു കാര്യം മനസ്സിലാക്കി തന്നു. ആ ഖുർആൻ ഉമറിന്റെ മുമ്പിൽ നിന്നും ഉമറിന്റെ വാതിലിൽ നിന്നും എന്നെ അകറ്റിക്കളഞ്ഞു. ആ ഖുർആൻ മിൻ ഉമർ മിൻ ബാബി ഉമർ, ഉമറിൽ നിന്ന്, സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ മുമ്പിൽ പോയി നിന്ന് ചക്രവർത്തിയുടെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുന്നതിൽ നിന്ന്, ഉമർ നൽകുന്ന അധികാരത്തിന് വേണ്ടി ആ വാതിൽക്കൽ പോയി നിൽക്കുന്നതിൽ നിന്ന് ആ ഖുർആൻ എന്നെ ധന്യനാക്കി. അത് പഠിച്ചപ്പോ പിന്നെ ഉമറിന്റെ അടുത്ത് പോയാലേ ജീവിതം മുന്നോട്ട് പോകൂ, ഉമറിന്റെ എന്തെങ്കിലും കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന എന്റെ മാനസികാവസ്ഥ മാറി. ഞാൻ ഇന്ന് ഉമറിനോളം ധന്യനാണ്. ഉമർ ഫാറൂഖ് അദ്ദേഹത്തോട് ചോദിച്ചു, വിശുദ്ധ ഖുർആനിലെ ഏതു ഭാഗമാണ് താങ്കളെ ഇത്രയേറെ സ്വാധീനിച്ചത്? അദ്ദേഹം ഓതിക്കൊടുത്തത് സൂറത്തു തലാഖിലെ 2-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം, പിന്നെ 3-ാമത്തെ ആയത്ത്. ആ ആയത്താണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. പലപ്പോഴും നമ്മളൊക്കെ തിന്മയാണെന്ന് അറിഞ്ഞിട്ടും തിന്മയുടെ വാതിലുകൾ തുറന്നത് എപ്പോഴാണ് അറിയുന്നത്? ജീവിക്കണ്ടേ, കുട്ടികളെ നോക്കണ്ടേ, കുടുംബം നോക്കണ്ടേ, മുന്നോട്ട് പോണ്ടേ, വരുമാനം വേണ്ടേ, പിന്നെ ശരി തെറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജീവിക്കണ്ടേ. ഇയാൾ വന്നതും അതിന് തന്നെയാ, ഉമറിന്റെ മുമ്പിൽ ജീവിക്കണ്ടേ. പക്ഷേ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആരാണോ അള്ളാഹുവിന്റെ നിയമങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അവന്റെ മുമ്പിൽ അള്ളാഹു തആല മഖ്റജുകൾ ഉണ്ടാക്കും. എന്താ മഖ്റജ് പറഞ്ഞാല്? നമ്മളൊക്കെ 2 ഭാഗത്തും മതിൽ കെട്ടിയ ഒരു 6 വര ഹൈസ്പീഡ് എക്സ്പ്രസ് റോഡിലൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോവുക. നമുക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് എത്തണം, പക്ഷേ ഈ റോഡ് അങ്ങനെ നീണ്ടു പോവുക, അതിനങ്ങട്ട് പുറത്തേക്ക് ഇറങ്ങണ്ടേ. അപ്പൊ കുറെ ചെന്നപ്പണ്ട് ഒരു ബോർഡ്, മഞ്ഞ ബോർഡ്, എക്സിറ്റ്, പുറത്തേക്ക് ഇറങ്ങാം. ആ എക്സിറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ നേർക്ക് നേരെയുള്ള അറബി പദമാണ് മഖ്റജ്. എന്താണത്? ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വഴിയില്ല, എന്റെ മുമ്പിലെ വാതിൽ അടഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നിടത്തൊരു ബോർഡ്, എക്സിറ്റ്, ഇതിലണ്ട് ഇറങ്ങിക്കോ, പുറത്തേക്ക്, എനിക്ക് ജീവിക്കണ്ടേ, ഇതിലെ പോയിക്കോ. അല്ലാഹു പറയണേ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നത്, അവൻ അള്ളാഹു മഖ്റജ് കാട്ടിക്കൊടുക്കും. നമ്മൾ നേരെ മറിച്ച ജീവിക്കണമെങ്കിലേ ദീനും ഇസ്ലാമൊന്നും പറഞ്ഞാൽ നടക്കൂല, തട്ടിപ്പും വെട്ടിപ്പൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകൂല എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ നിയമത്തെ നമ്മൾ അടച്ചു വെച്ച് പിശാചിന്റെ നിയമങ്ങളെ പാലിക്കുമ്പോഴേ കരുതിക്കോളി, ആ മുമ്പിൽ തുറന്ന റോഡുണ്ടല്ലോ, അത് ലക്ഷ്യത്തിലെത്താത്ത റോഡാ. നമ്മൾ വിചാരിക്കുന്നിടത്ത് അവസാനിക്കാത്ത റോഡാ. അത് പെരുംകുഴിയിലേക്ക് നമ്മളെ വീഴ്ത്തുന്ന വഴിയേകാരം. തുടക്കത്തിൽ അറിയില്ല, പോയി കുടുങ്ങിയിട്ടേ അറിയുള്ളൂ, പിന്നെ അങ്ങോട്ട് പേരാൻ കഴിയൂല. പിന്നെ പലരും പറയലുണ്ട്, ഞാൻ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയതാ, ഇപ്പൊ ഇന്നിങ്ങോട്ട് പോരാൻ പറ്റണില്ല. പലപ്പോഴും വിചാരിച്ച് ഇന്ന് നിർത്താം, നാളെ നിർത്താം, മറ്റന്നാ നിർത്താം, മരിക്കണേ വരെ നിർത്താൻ പറ്റിയിട്ടില്ല അല്ലേ? അപ്പോ അള്ളാന്റെ എക്സിറ്റ് വേണോ? നിങ്ങൾക്ക് അള്ള കാണിച്ചു തരുന്ന എക്സിറ്റ് വേണോ, വഴി വേണോ? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. തീർന്നില്ല കേട്ടോ, ബാക്കി കൂടെ അയാൾ പറയണം. അങ്ങനെ അള്ളാഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ അള്ളാഹു നിനക്ക് തിന്നാൻ തരും, ഉപജീവനം തരും. മിൻ ഹൈസു ലാ യഹ്തസിബ്,
ഈ വിചാരിക്കാത്തന്ന്, ഇജ് വിചാരിക്കാത്തയിടത്തുനിന്ന്. നമ്മളൊക്കെ മനസ്സിൽ നമുക്ക് വരുമാനം കിട്ടുന്ന ഇന്നെ മാർഗമുണ്ടല്ലോ, അതിനപ്പുറം നീ വിചാരിക്കാത്ത വഴിക്ക് അള്ളാഹു നിനക്ക് ഉപജീവനം തരും. നമ്മൾ വിചാരിക്കാത്ത, കണക്ക് കൂട്ടാത്ത വഴിക്കേക്കാരം അള്ളാഹു തആല നമുക്ക് ഉപജീവനം തരിക. എവിടുന്ന് അറിയില്ല. എഞ്ചിനീയർ ആയിട്ട്, വലിയ എഞ്ചിനീയർ ആയിട്ട്, സർക്കാർ ജോലി കയറിയിട്ട് ആ ജോലിയിൽ അഴിമതി ചെയ്യണമെന്ന് അറിഞ്ഞപ്പോ, അല്ലെങ്കിൽ മുന്നോട്ട് പോകൂല എന്നറിഞ്ഞപ്പോ അത് ഒഴിവാക്കിയിട്ട് നാടൻ പണിക്ക് ഇറങ്ങിയിട്ട് സുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരു സുഹൃത്തിനെ കണ്ട് സമാധാനം. മറ്റേ പേടി അറിഞ്ഞ് എന്നും വൈകുന്നേരമാകുമ്പോ പോലീസ് വണ്ടി കാണുമ്പോ, ഈടി കേൾക്കുമ്പോ, വെളിച്ചം കാണുമ്പോഴൊക്കെ പേടിയാ. പിന്നെ പടച്ചോനെ പേടി വേറെയും. ഇപ്പൊ നല്ല സുഖാണ്, സ്വസ്ഥമാണ്. ഒരിക്കലും പ്രതീക്ഷിതല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരാളാവുന്ന് പ്രതീക്ഷിച്ചതേ അല്ല. അതാണ് അള്ളാഹ് പറഞ്ഞേ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണോ? അള്ളാഹുവിന്റെ റസൂല് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. പക്ഷികൾ രാവിലെ ഒഴിഞ്ഞ മേടയുമായി അവയുടെ കൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു പക്ഷിക്കും അറിയില്ല എന്റെ ചോറ് എവിടെയാണ്, എനിക്ക് നിന്നുള്ള വറ്റ എവിടെയാണ്, ഏത് വീടിന്റെ മുറ്റത്താണ് നെല്ലുണങ്ങാനിട്ടത്, ഏത് വീടിന്റെ അടുക്കളയിലാണ് കുട്ടി ചോറ് തിന്ന് നിലത്തേക്ക് വീണ വറ്റുകൾ വീണ് കിടക്കുന്നത്, ആ പക്ഷിക്ക് അറിയില്ല. രാവിലെ ഒഴിഞ്ഞ മേടയുമായിട്ട് വരിക, പക്ഷെ വൈകുന്നേരം കൂട്ടുകെത്തുമ്പോഴേക്ക് അത് നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം തരുന്ന, നിങ്ങൾ അള്ളാന്റെ കൂടെയാണെങ്കിൽ തീർന്നില്ല. ഒരു കാര്യം കൂടി കേട്ടോളി. എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് കള്ളപ്പടക്കാരനോ കൊള്ളക്കാരനോ തോന്നിവാസിയോ വഴിവിട്ട് ചെലവാക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ദുഷ്ടനായ ഒരാളോ അല്ല. എന്റെ കാര്യം ഏൽപ്പിക്കാൻ പടച്ച റബ്ബാണ് നല്ലത് എന്നൊരാൾക്ക് തോന്നിയാൽ, അള്ളാനെ ഏൽപ്പിക്കാൻ, പടച്ചോനെ നിന്റെ വിശ്വാസത്തിലാട്ടോ, നിന്റെ ദീനിലാട്ടോ, റബ്ബെ കൈവിടരുതേ, ഞാൻ നിന്നെ ഏൽപ്പിച്ചുട്ടോ എന്ന് പടച്ചോനെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ അവൻ അല്ല മതി. അല്ല പറയണേ, അവൻ അല്ല മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, അവന്റെ കാര്യങ്ങൾ അത് പൂർത്തിയാക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. മാത്രല്ല ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ, എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹ് ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. ഈ മനുഷ്യൻ പറയണേ, ഈ ആയത്ത് പഠിച്ചപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി, ജീവിക്കാൻ ഉമറിന്റെ വാതിൽക്ക പോയി നിൽക്കണ്ട, ഉമറിന്റെ അധികാരത്തിന്റെ വാതിൽ തേടി പോകണ്ട. ഞാൻ എൻ്റെ റബ്ബിന്റെ കൂടെയായാൽ എൻ്റെ റബ്ബെന്നെ നോക്കുമെന്ന് എനിക്ക് ബോധ്യമായപ്പോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വരാഞ്ഞേ. അല്ലേ കൂട്ടരെ, അതാട്ടോ ജീവിതം, അതാണ് ജീവിതം. ആ റബ്ബിനെ മറന്നിട്ട് വേറെ ഏത് വഴിക്ക് പോയാലും ആ കഷ്ടപ്പാടുകളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ. അതുകൊണ്ട് തിരിച്ചു വരാനും തിരിച്ചു കൊണ്ടുവരാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിലേക്കുള്ള മടക്കം, ധാർമ്മികത എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. അധാർമികത എല്ലാ കാലത്തും ലോകത്തുണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ ധർമ്മത്തിലേക്ക് വിളിക്കാൻ ആളുകൾ ഉണ്ടാവാറുണ്ട്. ആ ധാർമ്മികതയുടെ വിളി കേൾക്കണം. നമ്മുടെ മുമ്പിൽ ഖിയാമത്ത് നാൾ വരെ നമ്മളെ ധർമ്മത്തിലേക്ക് വിളിക്കാൻ ഈ ഖുർആനുണ്ട്, പ്രവാചകന്റെ ചര്യയുണ്ട്. വേറെ ഒന്നും വേണ്ട. അതിനോട് നിരക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യൂല. അതെന്താണോ അതാണ് നമ്മുടെ നന്മ. അത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറായാൽ, അതിൽ വേണ്ടാന്ന് പറഞ്ഞത് വേണ്ടാന്ന് വെക്കാനും, അതിൽ വേണമെന്ന് പറഞ്ഞത് വേണമെന്ന് വെക്കാനും നമ്മൾ തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെയൊക്കെ വിട്ടുപുറത്ത് റബ്ബ് നമുക്ക് മാപ്പ് നൽകുമാറാവട്ടെ. തെറ്റുകളുടെ ലോകത്ത് നിന്ന് തിരിച്ചു കയറി നന്മയുടെ ലോകത്ത് ജീവിക്കാനുള്ള ഈമാനികമായ കരുത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. തിന്മകളിലേക്ക് പോകുന്നതിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെ എപ്പോഴും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും അള്ളാഹു
അവരുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم تقبل منا إنك